Dear students, today we are going to discuss the process of computing optimal solution to a transportation problem using stepping stone method. Let us see the procedure of stepping stone method to find the optimal solution to transportation problem. At first, we have to determine an initial feasible solution to the transportation problem using three methods. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. Then second, ensure that the initial feasible solution so developed is a basic feasible solution. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. എന്താണ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫീസിബിൾ സൊല്യൂഷൻ്റെ കോളം നമ്പറും റോ നമ്പറും ടോട്ടൽ ചെയ്ത് അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും നമ്പർ ഓഫ് അലോക്കേറ്റഡ് സെൽസും ഈക്വൽ ആയിരിക്കണം. നമ്പർ ഓഫ് അലോക്കേഷൻസും അതായത് നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് സെൽസും m+n-1 ഈക്വൽ ആകണം. m എന്ന് പറഞ്ഞ നമ്പർ ഓഫ് റോസ് ആണ്, n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് കോളംസ് ആണ്. രണ്ടും ടോട്ടൽ ചെയ്ത് അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് സെൽസ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ്, അല്ലെങ്കിൽ BFS ആണ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ അത് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ് എന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം, ഉറപ്പ് വരുത്തിയ ശേഷം തേർഡ് സ്റ്റെപ്പ് എന്താ? ടെസ്റ്റ് ദി ഓപ്റ്റിമാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ. ഇനി നമ്മൾ ആ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. And for testing optimality, consider the unoccupied cells one by one and find the net contribution of making them as occupied. എന്താ ചെയ്യേണ്ടത്? ഈ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഓപ്റ്റിമൽ സൊല്യൂഷൻ ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? ഓരോ അൺഒക്യുപ്പൈഡ് സെല്ലും പ്രത്യേകമായിട്ട് പരിഗണിക്കുക. ആ ഓരോ അൺഒക്യുപ്പൈഡ് സെല്ലുമായി ബന്ധപ്പെട്ട് ആ അൺഒക്യുപ്പൈഡ് സെല്ലിനെ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റിക്കഴിഞ്ഞാലുള്ള നെറ്റ് ബെനിഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ? അപ്പോൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡിലൂടെ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അൺഒക്യുപ്പൈഡ് സെല്ലുകളുടെ നെറ്റ് കോൺട്രിബ്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ നെറ്റ് കോൺട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പം മനസ്സിലാക്കേണ്ടത് നെറ്റ് കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് അൺഒക്യുപ്പൈഡ് സെല്ലുകളെ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നെറ്റ് കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓപ്റ്റിമൽ ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ നെറ്റ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകിൽ ഒരു റെക്റ്റാങ്കിൾ രൂപത്തിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ റെക്റ്റാങ്കിൾ രൂപത്തിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ രൂപത്തിലുള്ള ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് വിളിക്കുന്നത്. എന്താണെന്നൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ അൺഒക്യുപ്പൈഡ് സെല്ലുകളെ ഒക്യുപ്പൈഡ് സെല്ലാക്കി കഴിഞ്ഞാലുള്ള നെറ്റ് കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓപ്റ്റിമൽ സൊല്യൂഷൻ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നെറ്റ് കോൺട്രിബ്യൂഷൻ വാല്യൂസ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ സീറോ. പോസിറ്റീവ് വാല്യൂ ആകാം, നെഗറ്റീവ് വാല്യൂ ആകാം, അല്ലെങ്കിൽ സീറോ ആകാം. A zero net contribution implies that there will be no change in the transportation cost, total transportation cost, when the unoccupied cell is made occupied. ഒരു അൺഒക്യുപ്പൈഡ് സെല്ല് ആ അൺഒക്യുപ്പൈഡ് സെല്ല് ഒക്യുപ്പൈഡ് സെല്ലാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന നെറ്റ് കോൺട്രിബ്യൂഷൻ സീറോ ആണ്. വാല്യൂ സീറോ ആണെന്ന് വിചാരിക്കുക. സീറോ ആണെങ്കിൽ അതിനർത്ഥം അത് ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല, നിലവിലുള്ള ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നെയാണ് വരിക എന്നർത്ഥം. ഓക്കെ, ഇനി എ പോസിറ്റീവ് നെറ്റ് കോൺട്രിബ്യൂഷൻ ഇംപ്ലൈസ് ദാറ്റ് ദർ വിൽ ബി എൻ ഇൻക്രീസ് ഇൻ ദി ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വെൻ ദി അൺഒക്യുപ്പൈഡ് സെൽ ഈസ് മെയ്ഡ് ഒക്യുപ്പൈഡ്. ഒരു പ്രത്യേക അൺഒക്യുപ്പൈഡ് സെല്ലുമായി ബന്ധപ്പെട്ടുള്ള നെറ്റ് കോൺട്രിബ്യൂഷൻ ഒരു പോസിറ്റീവ് ഫിഗറാണ് കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ആ അൺഒക്യുപ്പൈഡ് സെല്ല് ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റുക വഴി നമ്മുടെ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വർദ്ധിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ആൻഡ് വെൻ ദി നെറ്റ് contribution is negative, it implies that there will be a decrease in the total transportation cost when the unoccupied cell is made occupied. അപ്പോൾ ഒരു അൺഒക്യുപ്പൈഡ് സെല്ലിൻ്റെ നെറ്റ് കോൺട്രിബ്യൂഷൻ നെഗറ്റീവ് വാല്യൂ ആണ് വന്നതെന്ന് വിചാരിക്കുക. അതിനർത്ഥം ആ അൺഒക്യുപ്പൈഡ് സെല്ലിനെ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റിക്കഴിഞ്ഞാൽ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ നമുക്ക് കുറവ് വരുത്താൻ സാധിക്കും, മിനിമൈസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റ് കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നെറ്റ് കോൺട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരു അൺഒക്യുപ്പൈഡ് സെല്ലിൻ്റെ നെറ്റ് കോൺട്രിബ്യൂഷൻ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ സെല്ല് ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റുക വഴി നമുക്ക് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെ കുറയ്ക്കുക. ഓക്കെ, അത് ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരിക. പരമാവധി ആ നെറ്റ് കോൺട്രിബ്യൂഷൻ നെഗറ്റീവായിട്ടുള്ള സെല്ല് കൂടുതലുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ സെല്ലുകളിൽ നെഗറ്റീവ് നെറ്റ് കോൺട്രിബ്യൂഷൻ വരുന്നുവെങ്കിൽ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ വരുന്നത് എത്രയാണോ അപ്പോൾ അത്രയും നമുക്ക് കുറവ് വരുത്താമെന്ന് അതിനർത്ഥം. അപ്പോൾ കൂടിയ നെഗറ്റീവ് വാല്യൂ ഉള്ള, ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഉള്ള ആ അൺഒക്യുപ്പൈഡ് സെല്ലിനെ മാക്സിമം അലോക്കേഷൻ നടത്തിക്കൊണ്ട് അലോക്കേറ്റഡ് സെല്ലാക്കി മാറ്റണം. ഓക്കെ, അങ്ങനെ അലോക്കേറ്റഡ് സെല്ലാക്കി മാറ്റി നമ്മൾ വീണ്ടും ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. ടോട്ടൽ കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ടാകും. ആ ടോട്ടൽ കോസ്റ്റ് കണ്ട ശേഷം വീണ്ടും ആ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? അണ്ടിൽ ഓൾ ദി നെറ്റ് കോൺട്രിബ്യൂഷൻ വാല്യൂസ് ആർ എയ്തർ 0 or പോസിറ്റീവ്. എല്ലാ നെറ്റ് കോൺട്രിബ്യൂഷൻ വാല്യൂസും ഒന്നുകിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആകുന്നത് വരെ ഈ പ്രോസസ്സ് തുടർന്നു കൊണ്ടേയിരിക്കും. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? വീണ്ടും നമുക്ക് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആകുന്നത് വരെ ഈ പ്രോസസ്സ് തുടർന്നു കൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡിലൂടെ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ. ഇതാണ് സിമ്പിൾ. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ UV മെത്തേഡ് അല്ലെങ്കിൽ മോഡി മെത്തേഡിനേക്കാളും കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡായിരിക്കും. നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൂടുതൽ വ്യക്തത വരും. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: solve the following transportation problem whose cost metric availability at each plant and requirement at each warehouse are given as follows. There are 4 warehouses and 3 plants. Okay, availability and demand requirements are also given and use stepping stone method. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ UV മെത്തേഡിൽ അല്ലെ മോഡി മെത്തേഡിൽ ചെയ്തിട്ടുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളിപ്പോൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡിലും ചെയ്യുന്നത്. കുറച്ചുകൂടെ അപ്പോൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡിൻ്റെ ആ പ്രൊസീജിയർ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തത വരുമെന്ന് കരുതുകയാണ്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഏത് മെത്തേഡാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. 3 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. നമ്മൾ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളത് VAM ആണ്. അപ്പോൾ VAM മെത്തേഡിലൂടെ നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മളിത് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഫൈനൽ അലോക്കേഷൻ ടേബിളാണിത്. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കിട്ടി. ഓക്കെ, ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഇവിടെ ഇത് പ്രകാരം ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത് 79,500 ആണ്. ഓക്കെ, ഈ 79,500 വരുന്ന ഈ ഒരു സൊല്യൂഷൻ്റെ ഓപ്റ്റിമാലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്. ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ സൊല്യൂഷൻ BFS ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. നോക്കൂ, നമ്പർ ഓഫ് അലോക്കേഷൻ നോക്കൂ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് സെൽസ് നോക്കൂ. 1, 2, 3, 4, 5, 6. നമ്പർ ഓഫ് അലോക്കേറ്റഡ് സെൽസ് 6 ആണ്. നമ്പർ ഓഫ് റോസ് നോക്കൂ, 1, 2, 3. നമ്പർ ഓഫ് കോളംസ് 1, 2, 3, 4. അപ്പോൾ 3 + 4 7 - 1 6 ആണ്.
അലോക്കേറ്റഡ് സെല്ലുകളുടെ എണ്ണവും m പ്ലസ് n മൈനസ് 1ഉം സെയിം ആകുന്നു. അതുകൊണ്ട് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എന്താണ്? ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ തന്നെയാണ്. അത് ഉറപ്പ് വരുത്തി ഇനി നമ്മൾ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യും. ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ സൂചിപ്പിച്ചു ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓരോ അൺഓക്യുപ്പൈഡ് സെല്ലിൻ്റെയും നെറ്റ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കൂ, ഇത് അൺഓക്യുപ്പൈഡ് സെല്ലാണ്, ഇത് അൺഓക്യുപ്പൈഡ് സെല്ലാണ്, ഇത് അൺഓക്യുപ്പൈഡ് ആണ്, അൺഓക്യുപ്പൈഡ് ആണ്, ഇത് അൺഓക്യുപ്പൈഡ് ആണ്, ഇതും. ഇത്രയും അൺഓക്യുപ്പൈഡ് സെല്ലുകളുടെ നെറ്റ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. നോക്കൂ, നെറ്റ് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? ആ ടേബിളാണ്. നേരത്തെ സൂചിപ്പിച്ച അൺഓക്യുപ്പൈഡ് സെല്ലുകളുടെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അൺഓക്യുപ്പൈഡ് സെല്ല് ഒന്ന് P1W2 എന്ന ഈ സെല്ലാണ്. P1 സെല്ലുകളുടെ പേര് നമ്മൾ വിളിക്കുക ഈ റോയുടെ ഹെഡിങ്ങും അല്ലെങ്കിൽ കോളത്തിൻ്റെ ഹെഡിങ്ങും ചേർത്താണ്. ഇപ്പോൾ P1W1 എന്നൊരു സെല്ലുണ്ട്, P1W3 എന്ന മറ്റൊരു അൺഓക്യുപ്പൈഡ് സെല്ലുണ്ട്, P2W1, P2W2, P3W1, P3W3. ഇത്രയും ആണ് അൺഓക്യുപ്പൈഡ് സെല്ല്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഓരോ അൺഓക്യുപ്പൈഡ് സെല്ലുകളുടെയും നെറ്റ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക എന്നതാണ് നമുക്കറിയേണ്ടത്. നെറ്റ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഇവിടെ ഇത് നോക്കൂ, P1W1 എന്ന ഈ സെല്ലിൻ്റെ നെറ്റ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സെല്ലിനെ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റുകയാണെങ്കിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, അല്ലെ കോൺട്രിബ്യൂഷൻ എന്താണ്, നെറ്റ് കോൺട്രിബ്യൂഷൻ എന്താണ്? അതാണ് ഈ സെല്ലിൻ്റെ നെറ്റ് കോൺട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് P1W2ൻ്റെ നെറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? നിലവിൽ ഇപ്പോൾ P1W2 ഒരു അൺഓക്യുപ്പൈഡ് സെല്ലാണ്. ഈ അൺഓക്യുപ്പൈഡ് സെല്ലിനെ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റുക വഴി ഉണ്ടാകുന്ന നെറ്റ് റിസൾട്ട് എന്താണ്? ആ നെറ്റ് റിസൾട്ടിനെയാണ് കോൺട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നെറ്റ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റിക്കഴിഞ്ഞാലുള്ള നെറ്റ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇത് ഒരു കോർണറിലുള്ള സെല്ലാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് മറ്റ് 3 കോർണറുകളിൽ ഒരു ഒക്യുപ്പൈഡ് സെല്ല് വരുന്ന രീതിയിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് റെക്റ്റാങ്കിൾ രൂപത്തിൽ ഡെവലപ്പ് ചെയ്യണം. പറഞ്ഞത് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇത് നോക്കൂ, ഇതൊരു സെല്ല്, ബാക്കി ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ, റെക്റ്റാങ്കിൾ ഒരു ദീർഘചതുരം അല്ലെങ്കിൽ സമചതുരം. ഓക്കെ, ഇങ്ങനെ ഒരു ചതുരം വരണം. ഇങ്ങനെ ഒരു ചതുരത്തിന് എത്ര കോർണറുകൾ ഉണ്ടാവും? 4 കോർണറുകൾ ഉണ്ടാവും, ശരിയല്ലേ? 1, 2, 3, 4 ഇങ്ങനെ 4 കോർണറുകൾ. അതിൽ ഒരു കോർണർ ഇതാണ്. ബാക്കിയുള്ള 3 കോർണറുകളിൽ ഓരോ അലോക്കേറ്റഡ് അല്ലെങ്കിൽ ഒക്യുപ്പൈഡ് സെല്ല് വരുന്ന രീതിയിൽ ഒരു ദീർഘചതുരം നമ്മൾ കണ്ടുപിടിക്കണം. നോക്കൂ, ഇവിടെ ഒരു കോർണറാണെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു കോർണർ, ഇതും ഒരു കോർണർ, 1, 2, 3. അപ്പോൾ ഇങ്ങനെ ഒരു ദീർഘചതുരം കിട്ടുമല്ലോ. ക്ലിയർ? അപ്പോൾ നമ്മൾ പറയും അവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇൻ ദി ഫോം ഓഫ് എ റെക്റ്റാങ്കിൾ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന മറ്റ് 3 കോർണർ എന്ന് പറയുന്ന P1W4ഉം പിന്നെ P3W4ഉം P3W2 ആണ്. ഈ 3 കോർണർ ഒക്യുപ്പൈഡ് സെല്ലുകളുള്ള 3 കോർണറുകളാണ്. ഓക്കെ, 3 കോർണറും ഒക്യുപ്പൈഡ് സെൽസ് ആണ്. ക്ലിയർ? അപ്പോൾ ഈ 3 കോർണറും ഒക്യുപ്പൈഡ് സെല്ലായതുകൊണ്ട് നമ്മൾ ഇനി ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കുക. ഇതിൽ നിന്ന് ഇതിലേക്കാണല്ലോ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റേണ്ടത്. ഇതാണ്. ഇതിലേക്ക് ഒരു യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക വഴി ഇവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ കോളത്തിൽ കൂടും. അതുകൊണ്ട് ഇവിടെയുള്ള ഒക്യുപ്പൈഡ് സെല്ലിൽ നിന്ന് കുറച്ച് യൂണിറ്റ്, അത്രയും യൂണിറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റണം. ശരിയല്ലേ? അങ്ങനെ മാറ്റുമ്പോൾ ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ട് മാറ്റുമ്പോൾ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ 300 രൂപ കൂടുമല്ലോ. ഇവിടെ നമ്മൾ ഒരു യൂണിറ്റ് ആണെങ്കിൽ 1 × 300 എന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ടോട്ടൽ കാണുമ്പോൾ എടുക്കുക അല്ലേ.
1 × 300. അപ്പോൾ ഒരു യൂണിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 300 കൂടും. അപ്പോൾ ഇവിടെ ഒരു 100 കുറയല്ലോ. ഇവിടെ 19 അല്ലേ ഉണ്ടാവും. ഓക്കെ, 20 × 100 ഉണ്ടാവില്ല, 19 × 100 ഉണ്ടാവും. അപ്പോൾ ഈ 300 കൂടുമ്പോൾ 100 കുറയും. ശരിയല്ലേ? അപ്പം നമുക്ക് പറയാം ഇത് 300 കൂടുന്നു എന്നുള്ള അർത്ഥത്തിൽ +300 - 100. അപ്പോൾ ഒരു യൂണിറ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ടേക്ക് പോകണമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ 200 കൂടും, കുറയുന്നത് 100 ആണ്. അപ്പോൾ 300 - 100 +200 - 100 എന്ന് വരും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 300 - 100 +200 - 100. അപ്പോൾ അത് നെറ്റ് റിസൾട്ട് എന്താ വരുന്നത്? 500. ഇതിനർത്ഥം P1W2നെ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റിക്കഴിഞ്ഞാൽ 500 രൂപ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ വർധനവ് വരുമെന്നർത്ഥം. ക്ലിയർ? റെഡി? അപ്പോൾ അടുത്ത സെല്ല് നോക്കൂ. ഇതാ രണ്ടാമത്തെ സെല്ല്. ഇതാ P1W3. P1W3യെ നമ്മൾ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റാൻ വേണ്ടി ഒരു റെക്റ്റാങ്കിൾ രൂപത്തിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഡെവലപ്പ് ചെയ്ത് ഇതൊരു കോർണറാണെങ്കിൽ ഇതാ ഇങ്ങനെയൊരു ചതുരം ഉണ്ടാക്കാം. മറ്റു 3 കോർണറും ഒക്യുപ്പൈഡ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ടും. ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 500 കൂടി. 500 കൂടുമ്പോൾ 100 കുറയുന്നുണ്ട്. അപ്പോൾ നെറ്റ് ഇഫക്റ്റ് 400 ആയേ. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 600 കൂടും, 400 കുറയും. അപ്പോൾ 600 കൂടി 400 കുറയുന്നു എന്ന് പറഞ്ഞാൽ 200. അപ്പോൾ നേരത്തെ 400 ആയിരുന്നു, 400 ഇപ്പോൾ 200. അപ്പോൾ 600 ആണ് വരുന്നത്. ശരിയല്ലേ? നോക്കൂ, നെറ്റ് ഇഫക്റ്റ് 600 രൂപ. അപ്പോൾ ഈ P1W3യെ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റിക്കഴിഞ്ഞാൽ 600 രൂപ മൊത്തം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ വർധനവ് വരുമെന്നർത്ഥം. ഓക്കെ, അടുത്ത നോക്കൂ. P2W1 എന്നൊരു സെല്ലുണ്ടല്ലോ. ഇതാ P2W. ഇത് രണ്ടുമാണ് നമ്മളിപ്പം നോക്കി. P2W1. ഈ അൺഓക്യുപ്പൈഡ് സെല്ലിനെ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മറ്റ് 3 കോർണറുകളിൽ ഒക്യുപ്പൈഡ് സെല്ല് വരുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഇതാ ഇങ്ങനെയാണ് എടുക്കാലോ. ഒരു കോർണർ ഇതാണെങ്കിൽ, ഒരു കോർണർ ഇതാണെങ്കിൽ, ഒരു. അപ്പോൾ ഇങ്ങനെയൊരു ചതുരം ഉണ്ടാകും. ഇങ്ങനെയൊരു റെക്റ്റാങ്കിൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഒരു കോർണർ ഇതാണ്, ഒരു കോർണർ ഇതാണ്, ഒരു കോർണർ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റുക എങ്ങനെയാണ്? ഒന്നുകിൽ ഒരു യൂണിറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ഒക്യുപ്പൈഡ് ആക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ട് കൊണ്ടുപോകണം. ക്ലിയർ? അപ്പോൾ ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഓർത്തെ, ശ്രദ്ധിച്ചോളെ, ഒരു യൂണിറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ഇഫക്റ്റ് വരിക? 700 രൂപ വർദ്ധിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 700 വർദ്ധിക്കും. അപ്പോൾ +700 എന്ന് ഓർക്ക്. -190. 700 +700 -190. അപ്പോൾ ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ട് മാറ്റുമ്പോൾ നെറ്റ് ഇഫക്റ്റ് എന്താ വരുന്നത്? 700 കൂടി, പക്ഷേ 190 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എത്രയാണ് നെറ്റ് ഇഫക്റ്റ്? 510 രൂപ അല്ലേ? 510 രൂപ കൂടിയേ. അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് 100 കൂടും, പകരം 600 കുറയും. അപ്പോൾ നെറ്റ് ഇഫക്റ്റ് 500 കുറയും. ശരിയല്ലേ? 500 രൂപയാണ് കുറവ് വരുന്നത്. കറക്റ്റ്? ഇവിടെ 100 രൂപ കൂടി 600 രൂപ കുറയുന്നു. ഫലത്തിൽ 500 രൂപ കുറവ് വന്നു. 500 രൂപ കുറവ് വന്നു. ഇവിടെ 510 രൂപ കൂടി. അപ്പം നെറ്റ് ഇഫക്റ്റ് എന്താ? 10 രൂപയുടെ വർധനമാണ്. ശരിയല്ലേ? നോക്കൂ, ഇത് 10 രൂപയുടെ വർധനവ്. അപ്പോൾ 10 രൂപ വർദ്ധിക്കും ആ സെല്ല് ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റിക്കഴിഞ്ഞാൽ. ക്ലിയർ? ഇനി അടുത്തത് നോക്കൂ. P2W2. ഈ സെല്ലൊന്ന് നോക്കൂ. ഈ സെല്ല് ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റാൻ വേണ്ടി ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഒന്ന് ഡെവലപ്പ് ചെയ്ത്, ഒന്ന് ഇവിടെയുണ്ട്, ഒരു കോർണർ ഇവിടെ. ഇങ്ങനെയൊരു റെക്റ്റാങ്കിൾ ഫോമിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഡെവലപ്പ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ട് കൊടുക്കുക, ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ടും കൊടുക്കുക. ക്ലിയർ? അങ്ങനെ ആവുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ +300 - 100. അപ്പോൾ 200 കൂടിയേ, 200 കൂടി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 200 കൂടി 600 കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 കുറഞ്ഞു, 400 കുറഞ്ഞു. ക്ലിയർ?
400 കുറവാണ്. ഇവിടെ എത്രയായിരുന്നു? ഇങ്ങോട്ട് മാറ്റുമ്പോൾ 300 200. ഓക്കെ, അപ്പോൾ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്താണ് വരുന്നത്? -200. ക്ലിയർ? അതേപോലെ ഓരോ സെല്ലും നിങ്ങൾ ക്ലോസ്ഡ് ലൂപ്പ് ഡെവലപ്പ് ചെയ്യുക റെക്റ്റാങ്കിൾ രൂപത്തിൽ. ഇവിടെ ഈ ക്വസ്റ്റ്യനിലെല്ലാം റെക്റ്റാങ്കിൾ രൂപത്തിൽ തന്നെയാണ് ക്ലോസ്ഡ് ലൂപ്പ് ഇവിടെ വരുന്നത്, ഈ സ്റ്റേജിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ 110 രൂപ. അവസാനം P3W3ൻ്റെ നെറ്റ് കോൺട്രിബ്യൂഷൻ 600. അപ്പോൾ ഇവിടെ ഈ നെറ്റ് കോൺട്രിബ്യൂഷൻ അൺഓക്യുപ്പൈഡ് സെല്ലുകളുടെ നെറ്റ് കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെല്ലിൻ്റെത് മാത്രം -200. ഇതിനർത്ഥം ഇത് ഏത് സെല്ലിൻ്റെ നെറ്റ് കോൺട്രിബ്യൂഷനാണ്? നോക്കൂ, P2W2. P2W2 എന്ന സെല്ലിനെ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റിക്കഴിഞ്ഞാൽ 200 റുപ്പീസ് അല്ലെങ്കിൽ 200ൻ്റെ മൾട്ടിപ്പിൾ നമുക്ക് ടോട്ടൽ കോസ്റ്റിൽ കുറവ് വരുത്താൻ സാധിക്കുമെന്ന്. 200 കുറയ്ക്കാൻ പറ്റുമെന്നല്ല അർത്ഥം, 200ഓ അതിൻ്റെ മൾട്ടിപ്പിളോ നമുക്ക് ടോട്ടൽ കോസ്റ്റിൽ കുറവ് വരുത്താൻ സാധിക്കുമെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെല്ലിനെ P2W2നെ മാക്സിമം അലോക്കേഷൻ, നമ്മൾ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം അലോക്കേഷൻ നടത്തും. P2W2 ഇതാണ്. അപ്പം നേരത്തെ നോക്കിയ സ്ക്വയർ രൂപത്തിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ രൂപത്തിലുള്ള ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടല്ലോ, ഏതായിരുന്നു അത്? 1 ഇതാണ്, മറ്റ് 3 കോർണറുകൾ 1 2 3 ഇതായിരുന്നു. ഇങ്ങനെയാണ് ആ റെക്റ്റാങ്കിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഈ സെല്ല് ഒക്യുപ്പൈഡ് ആക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് സെല്ല് ചേഞ്ച് വരരുത്. അപ്പോൾ ഇത് ഒക്യുപ്പൈഡ് ആക്കുമ്പോൾ വേറെ ഒരു ഒക്യുപ്പൈഡ് 3 കോർണറിലുള്ള ഒക്യുപ്പൈഡ് സെല്ലിൽ ഏതെങ്കിലും ഒന്ന് അൺഒക്യുപ്പൈഡായി മാറുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് 80 യൂണിറ്റ് ഇങ്ങോട്ട് മാറ്റുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് 80 ഇങ്ങോട്ട് മാറ്റാൻ പറ്റില്ല, ഇവിടെ 20 ഉള്ളൂ. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഇങ്ങനെ പറയാം, 20 യൂണിറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റുക. അപ്പോൾ ഇത് അൺഒക്യുപ്പൈഡായി, ഇത് ഒക്യുപ്പൈഡായി. 20 യൂണിറ്റ് ഇവിടെ കൂടിയത് കൊണ്ട് ഇതിൽ നിന്ന് 20 യൂണിറ്റ് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇത് 20 ഇവിടെ നില്ലാകും, പകരം അത് ഇവിടെ വന്നു. അപ്പോൾ ഈ കോളത്തിൽ 20 കൂടിയത് കൊണ്ട് ഇതിൽ നിന്ന് 20 എടുത്തിട്ട് ഇവിടേക്കാക്കാം. അപ്പോൾ ഇത് 60ഉം ഇവിടെ 120 ആവും. 120 ആവുമ്പോൾ ഇവിടെ ഇല്ല, 20ന് പകരമാണ് ഇവിടെ 120 വന്നത്. ക്ലിയർ? ഇവിടെ 80 ഉണ്ടാവില്ല, 60 ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു 20 പുതുതായിട്ട് വന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അലോക്കേഷൻ നടക്കേണ്ടത്. എത്ര യൂണിറ്റ് അലോക്കേറ്റ് ചെയ്യണം തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ? അതായത് ഈ സെല്ല് ഇവിടെ ഒക്യുപ്പൈഡ് ആക്കുമ്പോൾ മറ്റൊരു സെല്ല് അൺഒക്യുപ്പൈഡ് ആകണം എന്നർത്ഥം. അങ്ങനെ നമ്മൾ അലോക്കേഷൻ നടത്തിയിരിക്കുന്നത്. ഇവിടെ 20 കൊടുത്തു, 20 കൊടുത്തപ്പോൾ ഇവിടെ ഇല്ലാതായി മാറി. ഇവിടെ 80 ഉണ്ടായിരുന്ന 60 ആയി മാറി. ഈ 80യിൽ നിന്ന് 20 യൂണിറ്റ് ഇവിടത്തേക്ക് മാറ്റി. അപ്പോൾ ഈ 100 എന്നുണ്ടായിരുന്നത് 120 ആയി മാറി. അപ്പോൾ കോളം ടോട്ടലും റോ ടോട്ടലും ചേഞ്ച് വരുന്നില്ല. നോക്കൂ, 20 70 90. ഇവിടെ നോക്കൂ 50 20 70. ഇവിടെ നോക്കൂ 60 120 180. കോളം ടോട്ടൽ നോക്കിയാൽ 20 + 120 140, 70 20 + 60 80. ഓക്കെ, അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. 75,500 വന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന 79,500ൽ നിന്ന് 7,500 കുറച്ചാൽ നമുക്ക് 4,000 റുപ്പീസ് ടോട്ടൽ കോസ്റ്റിൽ കുറവ് വന്നു. 4,000 റുപ്പീസ് കുറവ് വന്നു എന്ന് പറഞ്ഞാൽ ഇത് 200ൻ്റെ മൾട്ടിപ്പിളാണ്, ഈ 200ൻ്റെ മൾട്ടിപ്പിളാണ് 4,000. അപ്പോൾ 4,000 രൂപ നമുക്ക് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ കുറവ് വരുത്താൻ സാധിച്ചു. ക്ലിയർ? അപ്പോൾ 4,000 രൂപ കുറവ് വന്നു, 75,500 രൂപയായി മാറി. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടിയല്ലോ, ഈ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ, ഇനിയും കുറയോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ നോക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നെറ്റ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോഴുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ കിട്ടിയ സൊല്യൂഷനിൽ അവിടെയുള്ള അൺഓക്യുപ്പൈഡ് സെല്ലുകളെല്ലാം ഓരോന്നായിട്ട് എടുത്തോ. P1W2 P1W3 നോക്കൂ, അതിന് P1W2 P1W3. പിന്നെ എന്താണ് വരുന്നത്? രണ്ടാമത്തെ റോയിൽ ഇതാ P2W1 P2W4 നോക്കൂ, അതിന് P2W1 P2W4. ഓക്കെ, ഇനി എന്താണ് മൂന്നാമത്തെ റോയിൽ P3W1 P3W3.
P3W1, P3W3 ഇത്രയാണ് അൺഓക്യുപ്പൈഡ് സെല്ലുകൾ. ഈ അൺഓക്യുപ്പൈഡ് സെല്ലുകളിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കോർണറുകളിൽ വരുന്ന ഓക്യുപ്പൈഡ് സെല്ലുകളെ കണ്ടെത്തണം. ശരിയല്ലേ? ഇതിൻ്റെ നോക്കൂ, കോർണർ ഏതൊക്കെയാണ് വരിക? ഇങ്ങോട്ട് പോയാൽ ഇവിടെ ഒരു ഓക്യുപ്പൈഡ് സെൽ, ഇവിടെ ഒരു ഓക്യുപ്പൈഡ്, ഇങ്ങനെ ഒരു കോർണർ. നമുക്ക് ഓക്യുപ്പൈഡ് സെല്ലുകളുടെ കോർണറുള്ള 3 കോർണറുകൾ നമുക്ക് കണ്ടെത്താം. അതിലൂടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഇത് ഓക്യുപ്പൈഡ് ആക്കുമ്പോൾ ഇവിടുന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 300, കോസ്റ്റ് 300 കൂടി, പക്ഷേ 100 കുറഞ്ഞു. അപ്പോൾ കൂടുന്നത് 200 ആണ്. നെറ്റ് ഇഫക്റ്റ് 200. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റണം. ഇപ്പോൾ 200 കൂടി 100 കുറഞ്ഞു, അപ്പോൾ കൂടുന്നത് 100. ഇവിടെ 200 കൂടി, ഇവിടെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ 100 കൂടി, അപ്പം മൊത്തം വർധനവ് എത്രയാണ്? 300. ശരിയല്ലേ? 300 ആണ് കൂടുന്നത്. ക്ലിയർ? അതുപോലെ അടുത്ത 2 സെല്ലുകളിൽ കുറച്ചൊരു കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് P2W4ഉം P3W1ഉം P3W3യും നേരത്തെ പറഞ്ഞതുപോലെ കോർണറിലുള്ള സെല്ലുകളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതുപ്രകാരം നെറ്റ് റിസൾട്ടാണിത്. ഇനി അതുകൊണ്ട് ഈ 2 സെല്ലുകളുടെ കാര്യത്തിൽ നമുക്കിങ്ങനെ കോർണർ P1W3 ഒന്ന് എടുത്ത് നോക്കൂ. P1W3 ഈ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 കോർണറുകളിൽ ഓക്യുപ്പൈഡ് സെല്ല് കാണാൻ പറ്റുന്നില്ല. ഉണ്ടോ? ഒന്ന് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ, ഒന്ന് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല. ക്ലിയർ? അല്ലെങ്കിൽ ഒരു കോർണർ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, ഈ ഒരു കോർണർ ഇല്ല. ഓക്കെ? അല്ലെങ്കിൽ ഒരു സെല്ല് ഇതും, ഒരു കോർണർ, ഈ അൺഓക്യുപ്പൈഡ് സെല്ലിൻ്റെ ഒരു കോർണർ ഇതും, രണ്ടാമതൊരു കോർണർ ഇതും എടുത്താൽ ഇവിടെ ഇല്ല. ക്ലിയർ? അല്ലെങ്കിൽ ഒരു കോർണർ ഇത്, ഒന്ന് ഇതെടുത്തു കഴിഞ്ഞാൽ വേറെ ഇല്ല. നമുക്ക് 3 ഓക്യുപ്പൈഡ് സെല്ലുകളുടെ കോർണർ ഒരു റെക്റ്റാങ്കിൾ, ദീർഘചതുര രൂപത്തിൽ നമുക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലാവുന്നു. ശരിയല്ലേ? ഏത് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം? ഈ P1W3യെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു റെക്റ്റാങ്കിൾ രൂപത്തിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ വേറൊരു രീതിയിൽ, അതിനെയാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ മോഡലിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഡെവലപ്പ് ചെയ്യണം. എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതിനെ ഓക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റാൻ വേണ്ടി എങ്ങനെയൊക്കെ മാറ്റാൻ സാധിക്കും? നമുക്ക് 3 കോർണർ ഓക്യുപ്പൈഡ് സെല്ല് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിനെ എങ്ങനെ ഓക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റാം? ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? എങ്ങനെയൊക്കെ മാറ്റാം ആലോചിച്ച്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റി. അപ്പോൾ ഈ കോളത്തിൽ നിന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ട് പോകണമല്ലോ. പക്ഷേ ഇവിടെ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇത് അൺഓക്യുപ്പൈഡ് ആണ്, ഓക്യുപ്പൈഡ് ആവും, സെല്ലുകളുടെ എണ്ണം കൂടും. ഓക്കെ? ഇവിടെ ഇല്ലല്ലോ, അലോക്കേറ്റഡ് സെല്ലല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നോക്കൂ, ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ട് മാറ്റുക. അപ്പോൾ ഈ കോളത്തിൽ കൂടുതലായല്ലോ, അത് ഇങ്ങോട്ട് മാറ്റുക. അപ്പോൾ ഈ കോളത്തിലാണല്ലോ കൂടുതലായി, ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഇവിടേക്ക് കൊടുക്കുക. ഓക്കെ? അപ്പോൾ ഈ കോളത്തിൽ ടാലിയായി, കോളം റോ ടോട്ടൽ ചേഞ്ച് വരുന്നില്ല. ഇവിടെ നിന്നൊന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ കുറഞ്ഞല്ലോ, ഈ കോളത്തിൽ വരണം, കൂടണം. ഓക്കെ? ഇവിടെ ഈ കോളം കൂടിയത് കൊണ്ട് ഈ സെല്ലിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കൂടിയത് കൊണ്ട് ഇതിൽ നിന്ന് എടുത്ത് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള കുറവും കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കൂ, ആ ക്ലോസ്ഡ് ലൂപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ, ഞാൻ ഈ ഷേപ്പ് ഒന്ന് നോക്കൂ, ഒരു കോണിപ്പടി പോലെ ഇല്ലേ? ഇതാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോണിപ്പടി സ്റ്റെപ്പ് കയറുന്ന പോലെയുണ്ട്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ സ്റ്റെപ്പാണ്. കണ്ടോ? ക്ലിയർ? ഇങ്ങനെയാണുള്ളത് അതിൻ്റെ ലൂപ്പ്, അല്ലെങ്കിൽ ആ ഷേപ്പ് ഇങ്ങനെയാണ് വരിക. ആ ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരും. സ്റ്റെപ്പല്ലേ? ഇവിടെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. ശരിയല്ലേ? നോക്കൂ, ഇതാ ഒരിക്കൽ കൂടെ ഇങ്ങനെ വന്നു, പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ കണ്ട. ഓക്കെ? ഇതുകൊണ്ടാണ് ഇതിനെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ രൂപത്തിൽ നമുക്കൊരു ക്ലോസ്ഡ് ലൂപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് രൂപത്തിലൊരു ക്ലോസ്ഡ് ലൂപ്പ് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ? അപ്പോൾ നമ്മൾ യൂണിറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ 500 കൂടി 100 കുറഞ്ഞ്, നിങ്ങൾ നോട്ട് ചെയ്തോളൂ, ഒരു പെണ്ണെടുത്തിട്ട് നോട്ട് ചെയ്യൂ. +500 -100. പിന്നെ എന്താ ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. +300 -400.
ഓക്കെ. പിന്നെ എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. ഇങ്ങോട്ട് മാറ്റുമ്പോൾ +200 -100. ഓക്കെ. അങ്ങനെ വരുന്ന സമയത്ത് ഇത് അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതാ ഞാനിവിടെ എഴുതിയിട്ടുള്ളതൊക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രീതിയിലായിരിക്കും, ഓർഡറിലായിരിക്കില്ല എന്ന് മാത്രം. നെറ്റ് ഇഫക്റ്റ് 500 കിട്ടും. ക്ലിയർ? അതുപോലെ P2W1 നോക്കൂ. P2W1ൻ്റെ കേസിലും നമുക്ക് ഒരു റെക്റ്റാങ്കിൾ രൂപത്തിൽ P2W1 ഇത് ഇവിടെയും ബാക്കിയുള്ള 3 കോർണറുകളിൽ നമുക്ക് എന്താണ് ഇതാ ഇവിടെ ഒരു കോർണറാണ്, ഇവിടെ ഒരു കോർണറാണ്, പക്ഷേ ഇവിടെ ഇല്ല. ഓക്കെ. ബാക്കിയുള്ള 3 കോർണറുകളിൽ ഈ സെല്ലിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒക്യുപ്പൈഡ് സെല്ലിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പിംഗ് സ്റ്റോണിനെ ഉപയോഗപ്പെടുത്തേണ്ടി വരും. സ്റ്റെപ്പിംഗ് സ്റ്റോൺ രൂപത്തിൽ നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നോക്കൂ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. നിങ്ങളൊന്ന് ആലോചിച്ച് ഇതിനെ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റണം. എവിടെ നിന്നൊക്കെ നമുക്ക് എടുക്കാം? ഒന്നുകിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതെന്താ അൺഅലോക്കേറ്റഡ് ആണല്ലോ. ഇവിടെ നിന്ന് ഇതിനെയാണ് അലോക്കേറ്റഡ് സെല്ലാക്കി മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ റോയിൽ കൂടിയല്ലോ, അതുകൊണ്ട് ഈ റോയിലുള്ള ഈ ഒരു സെല്ലിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുക. അപ്പോൾ ഈ റോയിൽ കൂടിയല്ലോ, കൂടിയതിന് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാക്കുക. ഓക്കെ. അപ്പോൾ ആ സ്റ്റെപ്പിംഗ് സ്റ്റോണ് എല്ലായ്പ്പോഴും കോണിപ്പടി പോലെയല്ല, തിരിഞ്ഞൊക്കെയാണ് വരിക. നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, പിന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ. ഓക്കെ. ക്ലിയർ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ അവിടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ഒരു കോണിപ്പടി രൂപത്തിൽ കാണാം. ഒരു റെക്റ്റാങ്കിൾ രൂപത്തിലല്ല വരുന്നത്. ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഇതവിടെ ഒരു സ്റ്റെപ്പ് വരുന്നു. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, ഇതിനെ അലോക്കേറ്റഡ് സെല്ലാക്കി മാറ്റാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ നമുക്ക് നെറ്റ് ഇഫക്റ്റ് 210 വരും. ഇവിടെ 200, 110, 400. അപ്പോൾ ഇവിടെ നോക്കൂ, നെറ്റ് കോൺട്രിബ്യൂഷൻ എല്ലാ അൺഒക്യുപ്പൈഡ് സെല്ലുകളെയും അത് ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റുമ്പോഴുള്ള നെറ്റ് കോൺട്രിബ്യൂഷൻ പോസിറ്റീവാണ്. ഇവിടെ പോസിറ്റീവ്, 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 ഇവിടെയെല്ലാം പോസിറ്റീവ് തന്നെ. ഇതിനർത്ഥം ഈ അൺഒക്യുപ്പൈഡ് സെല്ലൊക്കെ ഒക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുകയേ ഉള്ളൂ, കുറയാൻ യാതൊരു നിർവാഹവും ഇല്ല. അതുകൊണ്ട് സിൻസ് ഓൾ ദി നെറ്റ് കോൺട്രിബ്യൂഷൻസ് ആർ പോസിറ്റീവ്, ദി സൊല്യൂഷൻ ഈസ് ഓപ്റ്റിമൽ. അപ്പോൾ ആ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ ഒരിക്കൽ കൂടി എഴുതുന്നു. ഇത് ഈ സൊല്യൂഷൻ 50 × P1ൽ നിന്ന് W1ലേക്ക് 50 യൂണിറ്റ് ട്രാൻസ്ഫർ, 20 യൂണിറ്റ്സ് ഫ്രം P2 to W4, അതുപോലെ ഫ്രം P2 to W2 20 യൂണിറ്റ്സ്, ഫ്രം P2 to W3 70 യൂണിറ്റ്സ്, ഫ്രം P3 to W2 60 യൂണിറ്റ്, ഫ്രം P3 to W4 120 യൂണിറ്റ്സ്. അതാണ് ഓപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ വരുന്ന ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നേരത്തെ പറഞ്ഞ 75,500, നേരത്തെ കിട്ടിയ 75,500 ഓപ്റ്റിമൽ സൊല്യൂഷൻ തന്നെയാണ്. ക്ലിയർ? അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം. ഇത് തന്നെയായിരുന്നു 75,500 തന്നെയാണ് നമ്മുടെ ഓപ്റ്റിമൽ സൊല്യൂഷൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ടോട്ടൽ കിട്ടിയിരുന്നത് എന്നതിൻ്റെ ഓർമ്മ. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്തോ. ഓക്കെ. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ സൊല്യൂഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുക സ്വന്തമായിട്ട്. എന്നിട്ട് ഈ ആൻസറായിട്ട് ഒന്ന് വെരിഫൈ ചെയ്യുക. നിങ്ങൾ ശരിയല്ലേ നിങ്ങളുടെ ആൻസർ എന്ന് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ധാരാളം നേരത്തെ നമ്മൾ 2 സ്റ്റേജ് വന്നുള്ളെങ്കിൽ ഇവിടെ 2ൽ കൂടുതൽ സ്റ്റേജിലൂടെ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്തിട്ടാണ് അവസാനം 815 വരുന്നത്. 815 വരുന്നത്. ആദ്യം ഇവിടെ നമുക്ക് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ബൈ NWCR, നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ടു ഇവിടെ നമുക്ക് ഒരു ഫീസിബിൾ സൊല്യൂഷൻ തന്നിരിക്കുകയാണ്. നിങ്ങൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കാണേണ്ടതില്ല. നോർത്ത് വെസ്റ്റ് കോർണർ റൂളിലൂടെ ഒരു ഫീസിബിൾ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഇതാ ADയിൽ 80 യൂണിറ്റ്, 20 യൂണിറ്റ്, 10 യൂണിറ്റ്, 15, 75. അപ്പോൾ ഇവിടെ
1 2 3 4 5 അലോക്കേറ്റഡ് സെല്ലാണ്, ഓക്യുപ്പൈഡ് സെല്ലാണുള്ളത്. നോക്കൂ, റോയുടെ എണ്ണം 1 2 3, കോളത്തിൻ്റെ എണ്ണം 1 2 3. അപ്പോൾ 3 3 6ൽ നിന്ന് 1 പോയാൽ 5 അലോക്കേറ്റഡ് സെല്ല്. അപ്പോൾ ഇവിടെയുള്ള ഫീസിബിൾ സൊല്യൂഷൻ എന്താണ്? ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ തന്നെയാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണ്? 80 × 5, 20 × 10, 10 × 7, 15 × 5, 75 × 4 ആണ്. ശരിയല്ലേ? ആ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്ന 1045 ആണ്. ആദ്യ ഘട്ടത്തിൽ നമ്മൾ നെറ്റ് കോൺട്രിബ്യൂഷനൊക്കെ കണ്ടുപിടിച്ചപ്പോൾ ഇത് -6 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിളോ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കുറച്ച് കൊണ്ടുവന്നു 955 ആയി. 1045 955 ആയി. അപ്പോൾ 90 രൂപ കുറഞ്ഞു. അത് 6ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, അങ്ങനെ 90 രൂപ കുറഞ്ഞിട്ടുള്ള 955 കിട്ടിയ ഈ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ നെറ്റ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചപ്പോൾ അവിടെ -1ഉം -4ഉം വരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ടോട്ടൽ കോസ്റ്റ് പരമാവധി കുറയാൻ വേണ്ടി ഈ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ ആയ -4നെയാണ് സെലക്ട് ചെയ്യുക. ഇതിനെയാണ് അലോക്കേറ്റഡ് സെല്ലാക്കി മാറ്റുക. അങ്ങനെ അലോക്കേറ്റഡ് സെല്ലാക്കി മാറ്റിയപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്ര വന്നു? ടോട്ടൽ കോസ്റ്റ് 935 ആയിട്ട് മാറി. നേരത്തെ ഉണ്ടായിരുന്നു 955, ഇപ്പോൾ 935 ആയി. അപ്പോൾ 20 രൂപ നമുക്ക് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ കുറവ് വന്നു. 20 എന്ന് പറഞ്ഞാൽ ഈ 4ൻ്റെ മൾട്ടിപ്പിളാണ്. ക്ലിയർ? അപ്പോൾ 20 രൂപ കുറവ് വന്നു, 935 ആയി. ഇവിടെ കിട്ടിയിട്ടുള്ള എന്താണ് സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. നെറ്റ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു. നെറ്റ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചപ്പോൾ -3ഉം -1ഉം വന്നു. ഇപ്പോൾ നമ്മൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ഈ -3 വന്ന് ഇതിനെയാണ് സെലക്ട് ചെയ്യുക. ഇതിനെ ഓക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റും. അങ്ങനെ ഓക്യുപ്പൈഡ് സെല്ലാക്കി മാറ്റാൻ പരമാവധി യൂണിറ്റ് അലോക്കേറ്റ് ചെയ്തു. അങ്ങനെ 860 വന്നു. വീണ്ടും കുറഞ്ഞു. 800 നേരത്തെ 935 ഉള്ളത് ഇപ്പോൾ 860 ആയി. 75 രൂപയാണ് കുറവെന്ന്. 75 എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള -3 ഉണ്ടല്ലോ, 3യുടെ മൾട്ടിപ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും ഈ 860 വന്നിട്ടുള്ള ഈ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും വന്നു -1 വന്നു. അപ്പോൾ 1 രൂപയോ 1ൻ്റെ മൾട്ടിപ്പിളോ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് അലോക്കേറ്റഡ് സെല്ലാക്കി മാറ്റിയാൽ CD. അങ്ങനെ അതിനെ അലോക്കേറ്റഡ് സെല്ലാക്കി മാറ്റിയപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ടോട്ടൽ 815 ആണ് വന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 860 വീണ്ടും 815 ആയി. അപ്പോൾ നമുക്ക് 45 രൂപയോളം വീണ്ടും കുറവ് വന്നിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ 45 രൂപ കുറഞ്ഞ് 815 ആയിട്ടുള്ള സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ എന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്യുകയാണ്. 45 രൂപയും കൂടെ കുറഞ്ഞു. അത് നോക്കിയപ്പോൾ നെറ്റ് കോൺട്രിബ്യൂഷൻ 3251 വന്നു എന്ന് പറഞ്ഞാൽ നോ നെഗറ്റീവ് നെറ്റ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, അതുകൊണ്ട് ഇനി നമ്മളിവിടെ അവസാനിപ്പിക്കാം. ഇനി കുറയ്ക്കാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന 815 കിട്ടിയിരിക്കുന്ന ആ സൊല്യൂഷൻ ഓപ്റ്റിമൽ സൊല്യൂഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 815. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡിലൂടെ ഒരു സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ എന്ന് നിർണ്ണയിക്കുന്നതും ഓപ്റ്റിമൽ സൊല്യൂഷനെ കണ്ടുപിടിക്കുന്നതും. ക്ലിയർ? നന്നായിട്ട് മനസ്സിലാക്കുക. കൂടുതൽ സമയം വേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയം ഈ ഒരു മെത്തേഡ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് സംശയമുള്ളവർ എന്നോട് ചോദിക്കുക. നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.